എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 3 ശ്ലോകങ്ങൾ 22, 23, 24 എന്നീ 3 ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോണത്. 3ലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഭഗവാന്റെ സംഭാഷണവും അതിനുള്ള മറുപടിയും ഇതിൽ തുടങ്ങുന്നുണ്ട്. നമുക്ക് ആദ്യം 22ാമത്തെ ശ്ലോകം നോക്കാം. ന പ്രീതിർദ്വിരദേ നാശ്വേ നരത്നേപി ച മേ ഭുവി മനോമദീയം രാജർഷേ ശ്വശുരം ത്വാമപേക്ഷതേ. വളരെ ഭംഗിയായിട്ട് വെട്ടി തുറന്നു പറയുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ന പ്രീതി ദ്വിരദേ ന അശ്വേ ന രത്നേ അപി ച മേ ഭുവി മനഃ മദീയം രാജർഷേ ശ്വശുരം ത്വാം അപേക്ഷതേ. പച്ച മലയാളത്തിലുള്ള ശ്ലോകം പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. നമുക്കിതിൻ്റെ അർത്ഥം പറയാം. ഹേ രാജർഷേ, അല്ലയോ ഋഷിതുല്യനായിട്ടുള്ള മഹാരാജാവേ. നഗ്നജിത്തിനെ സംബോധന ചെയ്യാണ്. എന്നിട്ട് പറയാണ് ഭുവി. അങ്ങനെയാണ് അന്വയം ഇതിൽ കൊടുത്തിരിക്കുന്നത്. വേറെ തരത്തിലും പറയാം. ഈ ഭൂമിയിൽ, ഭുവി മേ ദ്വിരദേ ന പ്രീതി, എനിക്ക് ദ്വിരദങ്ങളോട് പ്രീതിയില്ല. ദ്വിരദം എന്ന് പറഞ്ഞാൽ 2 കൊമ്പുള്ള ഇരട്ടക്കൊമ്പുള്ളവൻ ആന എന്നർത്ഥം. ആനയെ തരാം, അല്ലെങ്കിൽ ആനയാണ് മോഹം എന്ന്, അങ്ങനെ ഒരു മോഹം എനിക്കില്ല. ആനയെ കിട്ടണം എന്നുള്ളൊരു മോഹത്തിലൊന്നുമല്ല ഞാനിവിടെ വന്നത്. അതാണ് ദ്വിരദേ ന പ്രീതി. ഇനി അശ്വേ ന, അതുപോലെ തന്നെ കുതിര വേണം എന്ന് ചോദിച്ചാൽ, കുതിരകൾ വേണോ എന്ന് ചോദിച്ചാലും അതിലും എനിക്ക് പ്രീതിയില്ല. അപ്പോൾ ആനയോടും താല്പര്യമില്ല, കുതിരയോടും താല്പര്യമില്ല. എന്തുകൊണ്ടാണ് അതിലൊക്കെ താല്പര്യമില്ലാത്തത്? ഇതൊക്കെ ധാരാളം തൻ്റെ കൊട്ടാരത്തിലുണ്ട്. ദ്വാരകയിൽ ഇതൊക്കെ വേണ്ടുവോളം, വേണ്ടതിലധികം ഉണ്ട്. പിന്നെ ഇതൊക്കെ മോഹിച്ച് വേറൊരാളോട് പോയി ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മാത്രമല്ല രത്നേ അഭി ന, രത്നങ്ങൾ, നല്ല വിലപിടിപ്പുള്ള അമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങളാണ്. രത്നങ്ങൾ വേണോ എന്ന് ചോദിച്ചാൽ അതിലും താല്പര്യമില്ല. ഇനി ഭുവി എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെയാണ് പറയണത് ഭുവി ന പ്രീതി. ഇനി കുറച്ച് ഭൂമിയെ പറ്റിയിട്ടാണ് പറയണതെന്ന് ആണെങ്കിൽ കുറച്ച് പ്രദേശങ്ങൾ അങ്ങേക്ക് തരാം എന്ന് പറഞ്ഞാലും എനിക്ക് അതിലും താല്പര്യമില്ല. അങ്ങനെയും അർത്ഥം പറയാം. ഭുവി ന മേ പ്രീതി, എനിക്ക് അതിലും താല്പര്യമൊന്നുമില്ല. അപ്പോൾ ആനകൾ വേണ്ട, കുതിരകൾ വേണ്ട, രത്നങ്ങൾ വേണ്ട, സ്വത്ത് വേണ്ട, ധനം വേണ്ട, ഭൂമിയും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? പിന്നെ എന്തിനാ ഇവിടേക്ക് വന്നത് എന്നാണെങ്കിലോ, മദീയം മന, എൻ്റെ മനസ്സിലൊരു മോഹമുണ്ട്. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അതെന്താണ്? ത്വാം ശ്വശുരം അപേക്ഷതേ, അങ്ങയെ ശ്വശുരനായി കാണാൻ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. ശ്വശുരൻ എന്ന് പറഞ്ഞാൽ ഭാര്യാപിതാവിനെയും പറയും, ഭർത്തൃപിതാവിനെയും പറയും. ഇവിടെ ഭാര്യാപിതാവാണല്ലോ, ശ്രീകൃഷ്ണനാണല്ലോ പറയണത്. അതുകൊണ്ട് അങ്ങയെ എനിക്ക് എൻ്റെ ഭാര്യാപിതാവായിട്ട് കിട്ടണം. എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. എനിക്ക് അങ്ങയുടെ മകളെ വിവാഹം കഴിച്ച് തരണം എന്നൊന്നുമല്ല പറയണത്. അങ്ങയെയാണ് എനിക്ക് ആദ്യം കിട്ടേണ്ടത്. അങ്ങയെ എനിക്ക്, അതായത് നഗ്നജിത്തിനെ എൻ്റെ ഭാര്യയുടെ അച്ഛനായിട്ട് കിട്ടുക എന്നുള്ളത്, അതിന് മോഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് അതിൽ കൂട്ടി വായിക്കാൻ പറ്റും. ഭാര്യയായിട്ടൊരു കുട്ടിയെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അതായത് സത്യയെ, നഗ്നജിത്തിൻ്റെ പുത്രിയായിട്ടുള്ള സത്യയെ വിവാഹം ചെയ്യുക എന്നുള്ളതിനേക്കാളും വലിയ കാര്യമായിട്ട് ശ്രീകൃഷ്ണൻ വിചാരിക്കുന്നത് നഗ്നജിത്തിനെ ശ്വശുരനായിട്ട് കിട്ടുക എന്നുള്ളതിലാണ്. അത്രയ്ക്ക് ഉത്തമനാണ് അങ്ങ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളെ എൻ്റെ ഭാര്യാപിതാവായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലധികം സന്തോഷമുള്ളൊരു കാര്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ഭഗവാൻ വളരെ ഓപ്പണായിട്ട്, വളരെ വെട്ടി തുറന്നുകൊണ്ട് രാജാവിനോട് പറയുകയാണ് ചെയ്യണത്. ഇതിൽ വ്യംഗ്യമായിട്ട് പുത്രി പ്രാർത്ഥനയുണ്ട്. പക്ഷേ വാച്യമായിട്ട് നമുക്ക് ഇങ്ങനെയും കൂടിയും പറയാം. നഗ്നജിത്തിനെ പ്രശംസിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഉള്ള കാര്യം നഗ്നജിത്തിൻ്റെ മുഖത്ത് നോക്കി പറയുക എന്നുള്ളത്, അതും കൂടി നമുക്കിവിടെ വായിച്ചെടുക്കാം. എന്നിട്ട് പിന്നെന്താണ് പറയണത്? ഭഗവാന്റെ വാക്കുകൾ ഇങ്ങനെ ഉപസംഹരിക്കുകയാണ്. നമുക്ക് 23ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇതി ത്രൈലോക്യനാഥസ്യ വച ശ്രുത്വാ മനോഹരം സവ്രീളഃ പ്രശ്രയോ വേദം രാജാ വചനമബ്രവീത്. നമുക്ക് പദച്ഛേദം ആദ്യം പറയാം. ഇതി ത്രൈലോക്യനാഥസ്യ വച ശ്രുത്വാ മനോഹരം സവ്രീളഃ പ്രശ്രയോപേതം രാജാ വചനം അബ്രവീത്. വളരെ കുറച്ചേ ഉള്ളൂ പദച്ഛേദം പറയാൻ. ഇവിടെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ നഗ്നജിത്ത് എന്താണ് ചെയ്തത് എന്നുള്ളതാണ് പറയണത്. ഇതി, ഇപ്രകാരം. മോഹമുള്ള കാര്യങ്ങളൊക്കെ എന്താന്ന് പറഞ്ഞു, എന്തിലൊക്കെ മോഹമില്ല എന്നും പറഞ്ഞു. അതിനുശേഷം അതൊക്കെ കേട്ടപ്പോൾ
ത്രൈലോക്യനാഥസ്യ മനോഹരം വചശ്രുത്വ. ഈ ത്രൈലോക്യത്തിനും നാഥനായിരിക്കുന്ന, ജഗത്ത് മുഴുവനും നിറഞ്ഞിരിക്കുന്നവനായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ വാക്കുകൾ കേട്ടിട്ട്, മനോഹരം വചശ്രുത്വ. ഭഗവാൻ വളരെ രസികനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വാക്യങ്ങൾ പറയുമ്പോൾ അതിൽ മുഴുകിപ്പോവും. കേട്ടിരിക്കുന്നവരൊക്കെ അതിൽ വീഴുക തന്നെ ചെയ്യും. അങ്ങനെയാണ് വാക്യങ്ങൾ പറയണത്. എത്ര ശ്രദ്ധിച്ചാണ് സുകുമാര കവി ഇത് എഴുതിയിരിക്കണതെന്ന് നോക്കൂ. നഗ്നജിത്ത് പറഞ്ഞതും ഭഗവാന്റെ മറുപടിയും തമ്മിൽ കുറേശ്ശെ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നോക്കുക എന്നുള്ളതാണ്. ഒരു ഭാഷയുടെ ഘടന എന്നുള്ളത് അവിടെയൊക്കെയാണ് വരുന്നത്. ഓരോരുത്തരുടെയും സംഭാഷണങ്ങൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ തന്നെ വേണം. നാടകത്തിൽ മാത്രമൊന്നുമല്ല, കാവ്യത്തിലും അതൊക്കെ ബാധകമാണ് എന്നുള്ളത് തെളിയിക്കുന്ന ഭാഗങ്ങളാണിതൊക്കെ. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ആ മുഖത്ത് നോക്കിയിട്ടുള്ള പ്രശംസ, അല്ലെങ്കിൽ ആ വാക്യങ്ങൾ കേട്ടിട്ട് അതൊക്കെ കേട്ടപ്പോൾ രാജാവിന് ആകെ മോശമാവുക എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ടാകെ നാണമായി. അതാണ് ശ്രുത്വ സവ്രീള രാജ, വ്രീളയോടുകൂടിയവൻ. വ്രീള എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. സവ്രീള വ്രീളയാ സഹ വർത്തതേ ഇതി സവ്രീള. ആകെ മോശമായി. അതായത് ഇങ്ങനെയൊക്കെ ഒരാൾ മുഖത്ത് നോക്കി പറയേ, ഈ ഒരു വിഷയം മകളെ വിവാഹം കഴിച്ച് തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്ര മോശം, അല്ലെങ്കിൽ മോശം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്രയ്ക്കധികം ഒരു നാണം വരാനില്ല. അപ്പോൾ ഇത് കേട്ടതോടു കൂടിയിട്ട് താൻ ഒരു ഭാര്യാപിതാവായി തീരണമെന്ന് പറയുമ്പോൾ ഉള്ളിലുണ്ടാകുന്നതായ ഒരു ഉത്കണ്ഠയും സന്തോഷവും ആകാംക്ഷയും ഒക്കെ കൂടി ചേർന്നൊരു ഭാവമാണ്. അതിനെ കവി വ്രീള എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് സവ്രീള രാജാവ് വചനം പ്രശ്രയോപേതം അബ്രവീത്. അതിനുള്ള മറുപടി വളരെ വിനയത്തോടു കൂടിയിട്ട്, പ്രശ്രയഭാവം എന്ന് പറഞ്ഞാൽ, പ്രശ്രയത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുമ്പിൽ വളരെ വിനീതനായിക്കൊണ്ട്, ചോദിക്കണതാരാ, എന്താ ചോദിച്ചത്, അതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് തന്നെ അറിയില്ല, എന്നാലും തനിക്കറിയാവുന്ന അത്രയ്ക്ക് വിനയത്തോടു കൂടിയിട്ട് ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. നഗ്നജിത്തിൻ്റെ മറുപടി ഇവിടെ 10-15 ശ്ലോകങ്ങളിലുണ്ട്. അതിൽ പല വിഷയങ്ങളുമാണ് പറയണത്. നമുക്കാദ്യം 24-ാമത്തെ ശ്ലോകം നോക്കാം. ആകർണയ മഹാഭാഗ സാവധാനഃ കഥാമിമാം പുംസാം ബലവതാമുച്ചൈർഹാസകൗതുകകാരിണീം. ആദ്യം പദച്ഛേദം പറയാം. ആകർണയ മഹാഭാഗ സാവധാന കഥാം ഇമാം പുംസാം ബലവതാം ഉച്ചൈഃ ഹാസകൗതുകകാരിണീം. ഞാൻ അങ്ങയോടൊരു കാര്യം പറയാം. അതായത് അങ്ങ് ഇപ്പോൾ എൻ്റെ പുത്രിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ എനിക്ക് അങ്ങയോട് പറയാനുണ്ട്. അതാണ് പറയണത്. മഹാഭാഗ, അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, ഉച്ചൈഃ ബലവതാം പുംസാം ഹാസകൗതുകകാരിണീം. ഉച്ചൈഃ എന്ന് പറഞ്ഞാൽ വളരെയധികം എന്നാണ് അർത്ഥം. വളരെയധികം എന്നുള്ളത് രണ്ട് ദിക്കിലേക്ക് വേണമെങ്കിൽ അന്വയിക്കാം എന്ന് പറയുന്നുണ്ട്. ഉച്ചൈഃ എന്നുള്ളത് ഒരു അവ്യയമായതുകൊണ്ട് ബലവതാം പുംസാം, നല്ല ബലമുള്ള പുരുഷന്മാർക്ക് എന്നും പറയാം. വളരെയധികം ബലവാന്മാരായിട്ടുള്ള പുരുഷന്മാർക്ക്. ഹാസ കൗതുകകാരിണീം, ഹാസവും കൗതുകവും ഉണ്ടാക്കുന്നതായ എന്ന് അങ്ങനെ വേണമെങ്കിൽ അർത്ഥം പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ബലവതാം പുംസാം ഉച്ചൈഃ ഹാസകൗതുകകാരിണീം അങ്ങനെ പറയാം. നല്ല ബലവാന്മാരായിട്ടുള്ള പുരുഷന്മാർക്ക് വളരെയധികം സന്തോഷവും ചിരിയും കൗതുകവുമൊക്കെ ഉണ്ടാക്കാവുന്നതായ, അതാവും ചിലപ്പോൾ കുറച്ചുകൂടി ചേരാൻ തോന്നുന്നു, കേട്ടാൽ തന്നെ ചിരി വരുന്നതായ, തമാശ തോന്നുന്നതായിട്ടുള്ളൊരു കഥ ഞാൻ അങ്ങയോട് പറയാം. അതാണ് ഹാസകൗതുകകാരിണീം ഇമാം കഥ. അങ്ങനെയുള്ളൊരു കഥ ഞാൻ എന്തു ചെയ്യാം? സാവധാന ആകർണയ, ഞാൻ അങ്ങയോട് പറയാം. അതങ്ങ് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് പതുക്കെ കേട്ടോളൂ. അതാണ് സാവധാനം എന്ന് പറയുമ്പോൾ അതിന് ശ്രദ്ധയോട് കൂടിയിട്ട്. ഞാൻ വിസ്തരിച്ച് പറയാം, അങ്ങ് ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നാലും. ഒരു തമാശ കഥയാണ്. മകളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തമാശ കഥ പറയാനുണ്ട്, അങ്ങ് കേട്ടോളൂ എന്നാണ് നഗ്നജിത്ത് ഭഗവാനോട് മറുപടി പറയണത്. വളരെ വിനയത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്. ബാക്കിയുള്ള കഥ നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ന പ്രീതിർദ്വിരദേ നാശ്വേ നരത്നേപി ച മേ ഭുവി മനോമദീയം രാജർഷേശ്വശുരം ത്വാമപേക്ഷതേ. ഇതി ത്രൈലോക്യനാഥസ്യ വച ശ്രുത്വാ മനോഹരം സവ്രീളഃ പ്രശ്രയോപേതം രാജാ വചനമബ്രവീത്.
ആകർണയ മഹാഭാഗ സാവധാനഃ കഥാമിമാം പുംസാം ബലവതാമുച്ചൈർഹാസകൗതുകകാരിണീം. ആ കഥ എന്താണ് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.